ലോകമൊരു മഹാദുരന്തത്തിന്റെ നിഴലിൽ ശ്വാസമടക്കി നിന്ന മണിക്കൂറുകൾക്കൊടുവിൽ രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ നേരിയ കിരണങ്ങൾ തെളിയുകയാണ്. ഇറാനിയൻ നാഗരികതയെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അങ്ങേയറ്റം പ്രകോപനപരമായ ഭീഷണി മുഴങ്ങി മണിക്കൂറുകൾക്കകം ഇത്തരമൊരു വെടിനിർത്തൽ ഉണ്ടായത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നാടകീയമായ വഴിത്തിരിവാണ്. എന്നാൽ ഈ വെടിനിർത്തൽ ട്രംപിന്റെ നയതന്ത്ര വിജയമാണോ അതോ മറ്റു വഴികളില്ലാതെ ഒരു രക്ഷപ്പെടലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള തലത്തിൽ ഉയരുന്നത്. ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്തിന്റെ തലവനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നാഗരികതയെ നശിപ്പിക്കുമെന്ന പ്രസ്താവന ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഇതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ഭീഷണിപ്പെടുത്തിയ ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന ട്രംപിന്റെ ശൈലി ഇറാന്റെ കാര്യത്തിൽ പാടെ പിഴച്ചുപോയി എന്നതാണ് വസ്തുത. അമേരിക്കൻ ആദർശങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമായ ഇത്തരം പ്രസ്താവനകൾ ലോകക്രമത്തിന്റെ കാവൽക്കാരായ അമേരിക്കയുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. യുദ്ധം കൊണ്ട് ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ലോകത്തെ ജനാധിപത്യ വിശ്വാസികളെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ ഇറാൻ കാണിച്ച ചടുലമായ നീക്കങ്ങൾ അവരെ തളർത്താൻ എളുപ്പമല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. സൈനികമായ പോരാട്ടത്തിനപ്പുറം സാമ്പത്തികമായ ആയുധങ്ങൾ പ്രയോഗിക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സ്ഥിരയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണി ആഗോള വിപണിയെ വിറപ്പിച്ചു. ഇത് വെറും ഭീഷണിയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇറാനിയൻ നാവികസേനയുടെ നീക്കങ്ങൾക്കാവുകയും ചെയ്തു. യുദ്ധഭീതിയെ തുടർന്ന് എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിയത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും സാധാരണക്കാരുടെ ജീവിതത്തിലും കടുത്ത സമ്മർദ്ദമുണ്ടാക്കി. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഉറപ്പാക്കാൻ ഇറാന് സാധിച്ചു. UN പ്രമേയങ്ങളെ വീറ്റോ ചെയ്തതിലൂടെ അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കേണ്ടിയിരുന്ന നിയമസാധുത തടയാൻ അവർക്കായി. ഈ സാമ്പത്തിക ആഘാതം തിരിച്ചറിഞ്ഞതാണ് യുദ്ധഭീഷണിയിൽ നിന്നും താൽക്കാലികമായി പിന്നോട്ട് പോകാൻ ട്രംപിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. തന്റെ രാജ്യത്തെ വിപണി തകരുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇറാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് അബ്ബാസ് അറാഗ്ചി മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ വെറും ഒരു സമാധാന കരാറല്ല, മറിച്ച് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ നയരേഖയാണ്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. ഗൾഫ് മേഖലയിൽ നിന്നും അമേരിക്കൻ സേന പൂർണ്ണമായും പിന്മാറണം. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തികവും വ്യാപാരവുമായ ഉപരോധങ്ങൾ നിരുപാധികം റദ്ദാക്കണം. യുദ്ധത്തിലൂടെയുണ്ടായ നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും അമേരിക്കയും ഇസ്രയേലും നഷ്ടപരിഹാരം നൽകണം. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ അവകാശം അംഗീകരിക്കണം. ഇറാന്റെ പരമാധികാരത്തിന് മേൽ ഇനി കടന്നുകയറ്റം ഉണ്ടാവില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പ് നൽകണം. ഈ ആവശ്യങ്ങൾ ട്രംപ് ഭരണകൂടം അതേപടി അംഗീകരിക്കാൻ സാധ്യതയില്ലെങ്കിലും ചർച്ചാമേശയിൽ ഇറാൻ മേൽക്കൈ നേടി എന്നതിന്റെ തെളിവാണിത്. ഇറാന്റെ ആണവ പദ്ധതികളോ പ്രാദേശിക സ്വാധീനമോ തകർക്കാൻ ഈ യുദ്ധത്തിന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. രണ്ടാഴ്ചത്തെ ഈ വെടിനിർത്തൽ ഒരു സ്ഥിരമായ പരിഹാരമല്ല, മറിച്ച് അടുത്ത നീക്കങ്ങൾക്കായി ഇരുപക്ഷം തയ്യാറെടുക്കുന്ന ഒരു ഇടവേള മാത്രമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ നിന്ന് മാന്യമായി പിന്മാറാനുള്ള ഒരു ഓഫ് റാമ്പ് ആണിതെങ്കിൽ ഇറാൻ ഇത് തങ്ങളുടെ സൈനിക പ്രതിരോധം കൂടുതൽ ശക്തമാക്കാനും സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാനുമുള്ള സമയമാണ്. ഈ രണ്ടാഴ്ചക്കിടയിൽ നയതന്ത്ര ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിയേക്കാം. ഈ വെടിനിർത്തലിന് പിന്നിൽ ചൈനയുടെ ഇടപെടൽ നിർണായകമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ചൈനയ്ക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധം താങ്ങാനാവില്ല. പാകിസ്ഥാൻ വഴിയും നേരിട്ടും ചൈന നടത്തിയ ഇടപെടലുകളാണ് ഇറാനെ ചർച്ചകൾക്ക് പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ റഷ്യയുടെ സൈനിക പിന്തുണയും അമേരിക്കയുടെ നീക്കങ്ങളെ തടയാൻ ഇറാന് കരുത്തു നൽകി. അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യം അവസാനിപ്പിക്കുന്നതിന്റെ സൂചനകളാണ് ഈ പുതിയ ചേരിതിരിവുകൾ നൽകുന്നത്. അമേരിക്കയുടെ സംരക്ഷണത്തിൽ വിശ്വസിച്ചിരുന്ന UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അമേരിക്ക പകുതി വഴിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഈ രാജ്യങ്ങളെ സുരക്ഷാപരമായി ദുർബലരാക്കുന്നു. ഇറാൻ കൂടുതൽ ശക്തമാകുന്നതോടെ മേഖലയിലെ പഴയ സുഹൃത്തുക്കളെ വിട്ട് റഷ്യയുമായും ചൈനയുമായും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ നിർബന്ധിതരായേക്കും. ലോകസമാധാനം നിലനിൽക്കണമെങ്കിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ ഭീഷണികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അധികാരം കൊണ്ടൊരു നാഗരികതയും നീതിയെയും അടിച്ചമർത്താൻ കഴിയില്ലെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാഴ്ചത്തെ ഈ ശാന്തത യുദ്ധത്തിന്റെ അന്ത്യമാണോ അതോ പുതിയൊരു വിപത്തിന്റെ തുടക്കമാണോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാകും. ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും തമ്മിലുള്ള ഈ പോരാട്ടം ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിക്കും. സമാധാനം ഒരു നാടകമാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ജാഗ്രതയും നിഷ്പക്ഷമായ ഇടപെടലുകളും അനിവാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിലും സ്വാധീന ശ്രമങ്ങൾ സജീവമാണെന്ന് ഈ വെടിനിർത്തൽ വ്യക്തമാക്കുന്നു.